എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ രാജി മാത്യു. ഇന്നത്തെ എൻ്റെ റെസിപ്പി നത്തോലി തോരനാണ്. അതെങ്ങനെയാണ് വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1/2 കിലോ നെത്തോലി ഫിഷ് കഴുകിയെടുത്തതാണ്. 3 വലിയ ഉള്ളിയും ശകലം ചെറിയ ഉള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസ് ഇഞ്ചിയാണ്. 3-4 വെളുത്തുള്ളി, ശകലം കാന്താരി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും. തോട്ടുപുളി 3 പീസ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കിയതിന് ശേഷം ഉപ്പുവെള്ളത്തിൽ കുതിർത്ത് വച്ചിരിക്കുകയാണ്. ഇനിയും നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിനുള്ള കറിവേപ്പില. റെഡിയാക്കി വെച്ചിരിക്കുന്ന തോട്ടുപുളിയും അതുപോലെ ഉപ്പുവെള്ളവും ഇതിലേക്ക് മിക്സ് ചെയ്യണം. എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് നല്ലതായിട്ട് ഞെരടി കൊടുക്കണം. ഇതുപോലെ ചൂടായ മൺചട്ടിയിലേക്ക് ഇതുപോലെ 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് 1-2 വെറ്റില മുളക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇതുപോലെ അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടിയുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചപ്പൊക്കെ മാറിക്കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ 1/2 മുറി തേങ്ങ തിരുമിയതാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു പിടി മല്ലിയില ഇതുപോലെ കഴുകി അരിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഈ സമയത്ത് ചേർക്കാൻ സാധിക്കും. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതുപോലെ ആഡ് ചെയ്യണം. എന്നിട്ട് നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നത്തോലി ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്യണം.
എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മളിത് അടച്ചു വെച്ച് 10 മിനിറ്റ് നമ്മൾ ബോയിൽ ചെയ്ത് എടുക്കണം. നത്തോലി തോരനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല മണം വരുന്നുണ്ട്. ഇനിയും നമ്മൾ തുറന്നു വെച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കണം, അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നത്തോലി തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ലതായിട്ട് വറ്റി അത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കുരുമുളക് പൊടിയുടെയും മല്ലിയിലയുടെയും കാന്താരിയുടെയും അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും എല്ലാം നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ നിങ്ങൾ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക.